ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ഇപ്പോൾ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോസ്റ്റ് ചെയ്ത ഒരു പിക്ചറാണ്. ഇതിനകത്ത് ഇവർ നിക്കോബാർ പ്രോജക്റ്റിൻ്റെ പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ പറയുന്നത് എന്താ, ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 160 സ്ക്വയർ കിലോമീറ്ററോളം ഫോറസ്റ്റ് നശിച്ചു പോകും. 1 കോടി ട്രീസ് ഇറ്റ് വിൽ ബി കട്ട് ഡൗൺ. ഇപ്പോൾ 1 കോടി മരങ്ങൾ നശിക്കും. അതുപോലെ തന്നെ ഇത് ശരിക്കും ഇറ്റ് ഇസ് എ ക്രൈം അഗെയിൻസ്റ്റ് നേച്ചർ ആൻഡ് ട്രൈബൽ ഹെറിറ്റേജ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ട്രൈബൽ വിരുദ്ധ ഒരു പ്രോജക്റ്റ് ആണെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ പറയുന്ന നിക്കോബാർ പ്രോജക്റ്റിനെ എതിർക്കുന്നവരും പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പല ട്രൈബൽ കമ്മ്യൂണിറ്റീസും റിസ്കിലാവുമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുന്നു. അതുപോലെ ഈ പ്രോജക്റ്റിനെ എതിർക്കുന്ന പലരും ഇതേ ആരോപണം തന്നെയാണ് ഉയർത്തുന്നത്. അതുപോലെ ഈ നിക്കോബാർ ഏരിയയിലെ ഇക്കോസിസ്റ്റം വളരെയധികം ഫ്രജൈലാണ്. ഈ ഇക്കോസിസ്റ്റത്തിനും ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ കുറേയധികം കേടുപാടുകൾ ഉണ്ടാവുമെന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ, അതോ ഈ ഒരു പ്രോജക്റ്റിനെ കർബ് ചെയ്യാനും സബോട്ടേജ് ചെയ്യാനും ഉള്ളൊരു ശ്രമമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാനിത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ എല്ലാ ആംഗിളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഈ പ്രോജക്റ്റിനെതിരെയുള്ള പരാതി നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ഇക്കോളജി. ഓക്കെ, അതായത് ഈ ഒരു ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റി, ഇവിടെ പല നാഷണൽ പാർക്കുകളുണ്ട്. ഓക്കെ, പല സ്പീഷീസ് ഉണ്ട്. ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഡെവലപ്മെൻറ്റ് വർക്ക് നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രജൈൽ എക്കോസിസ്റ്റം നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ടൈപ്പുള്ള ലെതർ ബാക്ക് ടേർട്ടിൽസ്, ഇതിൻ്റെ എഗ് ലേയിങ് സൈറ്റാണത്. അപ്പോൾ ആ സൈറ്റൊക്കെ നശിപ്പിച്ചാൽ ആ ടേർട്ടിൽ ചിലപ്പം ഭൂമിയിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമായേക്കാം. സോ ദാറ്റ് ഈസ് ദ ഇഷ്യൂ. ഈ ട്രൈബൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷോംപെൻ ട്രൈബിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതുപോലെ ഗ്രേറ്റ് നിക്കോബാറൈസ് ട്രൈബ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ട്രൈബൽസിൻ്റെ ലൈഫും ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ബാധിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ആദ്യം ഈ പ്രോജക്റ്റിനെതിരെയുള്ള പരാതികൾ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം ഇതിൻ്റെ ആക്ച്വൽ റീസൺ, ഈ പ്രോജക്റ്റ് നമുക്ക് വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷോംപെൻ ട്രൈബ്സ് ആണെങ്കിലും ഗ്രേറ്റ് നിക്കോബാറി ട്രൈബ്സിനാണെങ്കിലും ഈ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി അധികം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് റോങ് ആണെന്ന് പറയുന്നവർ വാദിക്കുന്ന ഒരു കാര്യം, ഈ ഇടയ്ക്ക് നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈ പ്രോജക്റ്റിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉള്ള സ്ഥലത്ത് ഓക്കെ നിങ്ങൾ ലാൻഡ് അക്വയർ ചെയ്യുകയാണെങ്കിൽ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആപ്ലിക്കബിൾ ആവും. ഇപ്പോൾ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ആപ്ലിക്കബിൾ ആവുന്ന ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ സമ്മതം നിങ്ങൾ ആദ്യം മേടിക്കണം. യു ഷുഡ് ഗെറ്റ് ദെയർ കൺസെൻറ്റ്. പക്ഷെ ഈ കേസിൽ ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഈ ട്രൈബൽസിൻ്റെ കൺസെൻറ്റ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളോ എന്നുള്ളതാണ് ചോദ്യം. ചിലർ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഷോംപെൻസിൻ്റെ കയ്യിൽ നിന്നും ഗ്രേറ്റ് നിക്കോബാറി ട്രൈബിൻ്റെ കയ്യിൽ നിന്നും ഗവൺമെൻറ് എങ്ങനെ കൺസെൻറ്റ് എടുത്തു? ഇപ്പം ചില ട്രൈബൽ ബോഡീസ് പറയുന്നത് ഗവൺമെൻറ് കൺസെൻറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഈ നിക്കോബാർ ഏരിയയിലുള്ള അഡ്മിനിസ്ട്രേറ്റർ സ്വയം ഒപ്പിട്ട് ഒരു ഓക്കെ കൊടുത്തതാണ്, അല്ലാതെ ട്രൈബ്സിന്റെ കൺസെന്റ് ഒന്നും മേടിച്ചിട്ടില്ല. കാരണം അവരുടെ കൺസെന്റ് മേടിക്കാൻ അവരെ എല്ലാം കാണാനുള്ള ശ്രമം നടത്തുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ സമ്മതമില്ലാതെ തന്നെ ഇവരുടെ ലാൻഡിൽ നിന്ന് ഇവരെ പുറത്താക്കാനുള്ള പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഏതൊരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ലാൻഡിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അവരുടെ കൺസെന്റ് ആവശ്യം. അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രോജക്റ്റിനെതിരെയുള്ള പരാതികൾ. ഓക്കെ, ഇവിടെ നിക്കോബാറിസ് മെഗാപോഡ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അതിൻ്റെ ജീവിതവും ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ റോങ്ലി ബാധിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോജക്റ്റിനെതിരെയുള്ള പരാതികൾ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്ക് ഏകദേശം ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കണം. ഈ ഐലൻഡ്സ് എല്ലാം ആണ് ആൻഡമാൻ ഐലൻഡ്സ്. ഓക്കെ, ആൻഡമാൻ ഐലൻഡ്സ് കഴിഞ്ഞിട്ട് ദെൻ യു ഹാവ് യുവർ നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് നിക്കോബാർ ഐലൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ കാർ നിക്കോബാർ, ഓക്കെ, അതിൻ്റെ എൻഡിൽ വരുന്ന ലാസ്റ്റ് ഐലൻഡ് ആണിത് ഗ്രേറ്റ് നിക്കോബാർ. ഇവിടെയാണ് ഈ പ്രോജക്റ്റ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ? ഹിയർ ഈസ് വെയർ ദ പ്രോജക്റ്റ് ഇസ് ഡൺ. ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മുകളിൽ ആൻഡമാൻ ഐലൻഡ്സ്, അതിൻ്റെ അടിയിൽ നിക്കോബാർ ഐലൻഡ്സ്. നിക്കോബാർ ഐലൻഡ്സിൻ്റെ ഒരു എഡ്ജിലാണ് ഈ ഗ്രേറ്റ്
നിക്കോബാർ ഐലൻഡ് വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്? ഇതിനെതിരെയാണ് പ്രതിപക്ഷവും പലരും ശബ്ദമുയർത്തുന്നത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു, എന്തുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. Great Nicobar project seeks to transform Great Nicobar into a strategic marine and economic hub by leveraging its proximity, that is about 40 nautical miles, to the east-west shipping route. അപ്പോൾ വേൾഡിന്റെ മേജർ ഒരു ഷിപ്പിംഗ് റൂട്ടാണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. അതിന്റെ അടുത്ത് തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഗ്രേറ്റ് നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് നിങ്ങൾ നോക്കി, ഗ്രേറ്റ് നിക്കോബാറിൽ നിങ്ങൾ നോക്കിയാൽ ഇത്രയും സ്ഥലവും ഇറ്റ് ഇസ് എ നാഷണൽ പാർക്കാണ്. ഓക്കെ, ഈ ഓരോ സ്ഥലങ്ങളിലാണ് നമ്മൾ ഓരോരോ ഡെവലപ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസിറ്റ് ടെർമിനൽ ഉണ്ട്, ഏകദേശം 14.2 മില്യൺ. ഓക്കെ, അല്ലെങ്കിൽ 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസിറ്റ്മെന്റ് ഫെസിലിറ്റി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സ്പാട്ട്. ഓക്കെ, നിയർ യുവർ ഗലാത്തിയ ബേ. അതുപോലെ തന്നെ നമ്മളൊരു ഗ്രീൻഫീൽഡ് എയർപോർട്ട്, 4000 പീക്ക് ഹവർ പാസഞ്ചേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഇവിടെ, ദിസ് പ്ലേസ്. അതുപോലെ നമ്മൾ എന്ത് ശ്രമിക്കുന്നുണ്ട്? ഒരു 450 മെഗാവാട്ട് ഗ്യാസ് ആൻഡ് സോളാർ പവർ പ്ലാന്റും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിലെ പാർട്സ്. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ ഏകദേശം 160 സ്ക്വയർ കിലോമീറ്ററോളമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിൽ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഒരു 900 തൊട്ട് 1000 സ്ക്വയർ കിലോമീറ്റർ കാണും. അപ്പൊ അതിന്റെ ഒരു 18% തന്നെ നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് മാറ്റിവെക്കുന്നു. ഇവിടെ നമ്മളൊരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യും, ഇൻഡിവിജ്വൽസിന് ഒക്കെ താമസിക്കാവുന്ന ഒരു ടൗൺഷിപ്പ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ? ഇത് 3 ഫേസിലാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ് 2025 തൊട്ട് 35 വരെ നമ്മൾ 72.12 സ്ക്വയർ കിലോമീറ്റർ യൂസ് ചെയ്യും. അതിനുശേഷം സെക്കൻഡ് ഫേസിൽ നമ്മൾ 45.27 സ്ക്വയർ കിലോമീറ്റർ യൂസ് ചെയ്യും. തേർഡ് ഫേസിൽ നമ്മൾ 48.71 സ്ക്വയർ കിലോമീറ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ 3 ഫേസിലാണ്, 2020 തൊട്ട് 25 തൊട്ട് 35 വരെ, 2036 തൊട്ട് 41 വരെ, 42 തൊട്ട് 47 വരെ. ഏകദേശം ഒരു യു ആർ ലൈക്ക് ഒരു 22 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അത്രത്തോളം വലിയൊരു പ്രോജക്റ്റ്, ഏകദേശം 80,000 crore ഇതിന് ചെലവും വരും. ഓക്കെ, അപ്പൊ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. നമ്മളൊരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ക്രിയേറ്റ് ചെയ്യും, സോളാർ പവർ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യും, ഗ്യാസ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യും, ഒരു എയർപോർട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മുടെ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആദ്യം ഞാൻ എന്താണ് ആൾക്കാർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു, രണ്ടാമത് ഇതിനകത്ത് എന്തൊക്കെ വരുമെന്ന് പറഞ്ഞു, മൂന്നാമത് ഇതിന്റെ ഫേസസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി എന്തിനാണ് ഈ പ്രോജക്റ്റ് എന്ന് മനസ്സിലാക്കുക. ഈ വ്യക്തിയാണ് ആൽഫ്രഡ് മഹാൻ. ഹി വാസ് എ ഗ്രേറ്റ് ഇന്റർനാഷണൽ റിലേഷൻസ് സ്കോളർ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താ? വൺ ഹൂ റൂൾസ് ദ വേവ് റൂൾ ദ വേൾഡ്. കടലിനെ ഭരിക്കുന്നവൻ ലോകം ഭരിക്കുമെന്നാണ് പറഞ്ഞത്. ബ്രിട്ടീഷുകാരൊക്കെ കടലിനെ ഭരിച്ചവരാണ്, അതുകൊണ്ടാണ് അവർ ലോകം മൊത്തം ഭരിച്ചത്. അതിനുമുമ്പേ സ്പെയിൻ കടല് ഭരിച്ചു, പോർച്ചുഗീസ് കടൽ ഭരിച്ചു. കടൽ ഭരിക്കുന്നവരിലാണ് ലോകത്തിന്റെ പവർ ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം മോഡേൺ സെൻസിൽ ദിസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ് ബിഗ് നേവി ബിൽഡിംഗ്. ഇപ്പൊ കരുത്തായ നേവി ഉള്ളവൻ ലോകം ഭരിക്കുമെന്നാണ് ആൽഫ്രഡ് മഹാൻ പറഞ്ഞത്. നമ്മുടെ ചൈനയുടെ പ്രോജക്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി ചൈന ഇന്ത്യൻ ഓഷ്യനിൽ അതിന്റെ പ്രസൻസ് വരുത്തുന്നു. ഓക്കെ, ഇറ്റ് ഇസ് സ്പ്രെഡിങ്. ഓക്കെ, ചൈന ഓഷ്യനിലും അതിന്റെ ഒരു സ്ട്രെച്ച് വളരെയധികം ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ചൈന എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ പല പോർട്ടിലും അതിന് ആക്സസ് കിട്ടുന്നു, പല നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത് ക്രിയേറ്റ് ചെയ്യുന്നു. ഹമ്പൻ തോട്ടയിൽ അതിന്റെ ഒരു പ്രസൻസ് വരുന്നു. ഓക്കെ, നമ്മുടെ ഡിജിബോട്ടി ആഫ്രിക്കൻ കോസ്റ്റിൽ, ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ഡിജിബോട്ടിയിൽ അവർക്കൊരു ബേസ് ഉണ്ട്. പിന്നെ പാകിസ്ഥാന്റെ ഗ്വാദറിൽ ദേ ആർ ഇൻ ചാർജ്. CPEC കോറിഡോറിന്റെ ഭാഗമായിട്ട് ഗ്വാദറിൽ ഈ പറയുന്ന ചൈനയുടെ പ്രസൻസ് ഉണ്ട്. അതുപോലെ മ്യാൻമാറിൽ ചൈനയുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ചൈന ഇസ് സ്പ്രെഡിങ് ഇറ്റ്സ് വിങ്സ് യൂസിങ് പ്രോജക്ട്സ് ലൈക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ഒരു ലാൻഡ് പാർട്ടും ഉണ്ട്, അതുപോലെ ഒരു മാരിടൈം സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ പാർട്ടും ഉണ്ട്.
Okay, by its maritime silk route, it is enhancing its presence in the oceans. Okay, clear? ഇനി ചൈനയുടെ ഒരു ഹിഡൻ സ്ട്രാറ്റജിയാണിത്, കൊമേഴ്ഷ്യൽ ഫസ്റ്റ് ആൻഡ് മിലിറ്ററി ലേറ്റർ. ചൈന എന്താ ചെയ്യുന്നത്? ചൈന ഈസ് യൂസിങ് ഇൻവേർട്ടഡ് ഇംപീരിയലിസം. ഓക്കെ, അതായത് ചൈന ആദ്യം എന്ത് ചെയ്യും? ഓരോ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യും, അവരുമായിട്ട് കണക്ടിവിറ്റി ബിൽഡ് ചെയ്യും, അവർക്ക് ലോൺ കൊടുക്കും, എന്നിട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞ് ആ രാജ്യങ്ങൾക്ക് ചൈന കൊടുത്ത ലോൺ തിരിച്ചു കൊടുക്കാൻ പറ്റാതാക്കുമ്പോൾ ചൈന എന്ത് ചെയ്യും? ഈ പറയുന്ന സിവിലിയൻ ഫെസിലിറ്റി ഇത് ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ലീസിന് എടുക്കാം, നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് ലീസിന് എടുക്കാം. എന്നിട്ട് ഫ്യൂച്ചറിൽ ചൈന എന്ത് ചെയ്യും? ഇൻ ഫ്യൂച്ചർ ആ സ്ഥലത്തെ ചൈന ചിലപ്പോൾ എന്താക്കിയേക്കാം? ഒരു മിലിറ്ററി ബേസ് ആക്കിയേക്കാം. അപ്പൊ ഇത് ചൈനയുടെ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസിയാണ്. ഓക്കെ, ദിസ് ഇസ് ചൈനാസ് ഇൻവേർട്ടഡ് ഇംപീരിയലിസം. ആദ്യം കൊമേഴ്ഷ്യൽ പോർട്ടായിട്ട് ചൈനയുടെ കയ്യിലേക്ക് ഇത് വരും. ഹമ്പൻ തോത്ത ഡെവലപ്മെന്റ് ശ്രീലങ്കയ്ക്ക് വേണ്ടി പൈസ ഇറക്കിയത് ചൈനയാണ്. പക്ഷെ പിന്നീട് ആ പോർട്ട് കുറേ വർഷങ്ങൾ 99 ഇയേഴ്സിലേക്ക് ആരുടേക്ക് കിട്ടി? ചൈനയുടെ കയ്യിലേക്ക് കിട്ടി. ഇപ്പൊ ചൈനയ്ക്ക് അതിനകത്ത് കൺട്രോൾ ഉണ്ട്. ചൈനയുടെ ചില സബ്മറീൻസ് അവിടെ വന്നു പോകുന്നുണ്ട്. അവർ പറയുന്നത് അത് വേറെ കാര്യത്തിനാണ് വന്നതെന്ന്, ബട്ട് സ്റ്റിൽ ദേ ആർ ഹാവിംഗ് ദ ഗ്രിപ്പ്. ക്ലിയർ? അപ്പൊ എക്കണോമിക് ഗ്രാവിറ്റി ക്രിയേറ്റ്സ് മിലിറ്ററി ബേസസ്. അപ്പൊ ചൈന സ്വന്തം എക്കണോമി ഉപയോഗിച്ച് പയ്യെ എന്ത് ചെയ്യാണ്? ഓരോ രാജ്യങ്ങളിലെ പോർട്ട് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ പിടിമുറുക്കി. ഒരു കാലം കഴിഞ്ഞ് ഇതൊക്കെ അവന്റെ മിലിറ്ററി ബേസ് ആവും. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ഇത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് കോൾഡ് ആസ് ട്രോജൻ ഹോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നിങ്ങൾ നോക്കണം, നമ്മുടെ ചൈനയുടെ സിൻജിയാങ്ങിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യൻ ഓഷ്യനിലേക്ക് ആക്സസ് ചെയ്യും. ഇത് പാകിസ്ഥാൻ ആണെന്ന് വെച്ചോ, ചൈനയുടെ സിൻജിയാങ് വഴി, അത് നമ്മുടെ POK വഴിയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചൈനയുടെ സിൻജിയാങ്ങിൽ നിന്ന് POK വഴി പാകിസ്ഥാൻ ക്രോസ് ചെയ്ത് ഗ്വാദർ വരെ. ഓക്കെ, ഈ ഒരു ഇവരുടെ ഫെസിലിറ്റിയാണ് നമ്മൾ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ഫ്രം സിൻജിയാങ് ടു ഗ്വാദർ പോർട്ട്. ഈ CPEC എന്ന് പറഞ്ഞാൽ ചൈനയുടെ BRIയുടെ ഒരു കോമ്പോണന്റ് ആണ്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അപ്പൊ ചൈന ഗ്വാദർ പോർട്ടിൽ നല്ല രീതിയിൽ പ്രസൻസ് ഉണ്ട് ചൈനയ്ക്ക്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗ്വാദർ പോർട്ടിൽ എന്തിനാണ് ഇവർ ഡീപ്പ് വാട്ടർ ബെർത്തുകൾ സ്ഥാപിച്ചിരിക്കുന്നത്? വേറെ ഒന്നുമില്ല, എയർക്രാഫ്റ്റ് കാരിയറുകളെ ഡോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദേ ഹാവ് ക്രിയേറ്റഡ് ഡീപ്പ് വാട്ടർ ബെർത്ത് ടു ഫിറ്റ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. അല്ലെങ്കിൽ ഇത്രയും ഡീപ്പ് വാട്ടർ ബെർത്ത് എന്തിനാ വെറും ഒരു സാധാരണ പോർട്ടിൽ ആവശ്യം? ഇറ്റ് ഇസ് നോട്ട് നീഡഡ്. അപ്പൊ ഇതൊരു ഹിഡൻ അജണ്ടയാണ്. അത് പോർട്ടാണെന്നൊക്കെ പറഞ്ഞ് കൊമേഴ്ഷ്യലിന് യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും ഫൈനലി ചൈന ഹാസ് എ മിലിറ്ററി ഗോൾ ബിഹൈൻഡ് ഇറ്റ്. ക്ലിയർ? അത് മാത്രമല്ല, ഈ ഗ്വാദർ പോർട്ട് നമ്മുടെ ഇറാനിലുള്ള ചബഹാർ പോർട്ടിന്റെ വളരെ അടുത്താണ്. പിന്നെ ചൈനയുടെ മലക്ക ഡിലേമ സോൾവ് ചെയ്യാനും ഇത് സഹായിക്കും. മലക്ക ഡിലേമ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഇസ് ഓൾസോ ലീഗൽ വാർഫെയർ. ചൈന പല രാജ്യങ്ങളുമായിട്ട് എഗ്രിമെന്റ് വെക്കുമ്പോൾ അതിനകത്ത് എക്സ്ക്ലൂസീവ് ക്ലോസുകളുണ്ട്. ചൈനീസ് SOEs കൺട്രോൾ പോർട്ട് ഓപ്പറേഷൻസ് എക്സ്ക്ലൂസീവ്ലി. പല സ്ഥലത്തും ചൈനീസ് കമ്പനികളാണ് പോർട്ട് ഓപ്പറേഷന്റെ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഈവൻ മിഡിൽ ഈസ്റ്റിലെ ചില സ്ഥലങ്ങളിലും ചൈനീസ് കമ്പനിയായി പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ മുന്നിൽ. ലോജിസ്റ്റിക്സിന്റെ ഇൻചാർജ് അവരാണ്. ചൈന ഡിനൈസ് റൈവൽ നേവീസ് ആക്സസ്. ഒരിക്കലും അവരൊരു പോർട്ടിനകത്ത് ഇക്കണോമിക്കലി ഇൻവോൾവ് ആയാൽ ബാക്കി രാജ്യങ്ങളുടെ നേവികളെ മാക്സിമം അവിടെ നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിക്കും. ഓക്കെ, അപ്പൊ ലോജിസ്റ്റിക്സ് പ്രയോറിറ്റൈസ്ഡ് ഡ്യൂറിങ് ക്രൈസിസ് സെനാറിയോ. ഓക്കെ, ക്ലിയർ? ആദ്യം വെറും കൊമേഴ്ഷ്യൽ ടെർമിനലുകളായിരുന്ന ഏരിയകൾ പിന്നീട് എന്താവും? ചൈനയുടെ സോവറിൻ ഐലൻഡുകളായിട്ട് മാറും. നിങ്ങൾക്ക് അറിയാം, ചൈന സൗത്ത് ചൈന സീയിൽ വളരെയധികം എക്സ്പാൻഷൻ നടത്തുന്നു. സൗത്ത് ചൈന സീ എല്ലാം എൻ്റെ ആണെന്ന് പറയുന്നു. ഫിലിപ്പൈൻസിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളുടെ ഒന്നും, വിയറ്റ്നാമിന്റെ ഒന്നും ഇക്കണോമിക് സോൺ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചൈന അത് അംഗീകരിക്കുന്നില്ല. ചൈനക്കെതിരെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഒരു കേസ് നടത്തിയിട്ട് പോലും ചൈന കുലുങ്ങിയില്ല. ആ കോർട്ടിന്റെ റിസൾട്ടിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നില്ലെന്ന് ചൈന പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് പലരും പറയുന്നത്, ചൈനയെ എതിർക്കുന്നവർ പറയുന്നത് സൗത്ത് ചൈന സീ ഡസ് നോട്ട് മീൻ ചൈന സീ. ഓക്കെ, ഇനി ചൈനയ്ക്ക് എന്താണ് ആഗ്രഹം? ചൈന ഈ ലോകം മൊത്തം ഓഷ്യാനിക് റീജിയനിലേക്ക് സ്പ്രെഡ് ചെയ്ത് അവന്റെ പ്രസൻസ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു കാര്യമുണ്ട്. കാരണം ചൈന ഹാസ് മലാക്ക ട്രാപ്പ്. കാരണം നിങ്ങൾ നോക്കണം, ഇവിടെ നിന്ന് നിങ്ങൾ ഈ റൂട്ട് നോക്കിയാൽ ചൈനയിലേക്കും ലോകത്തിന്റെ പല ഏരിയയിലേക്കും
ഓയിലും അതുപോലെ ഗുഡ്സും പാസ് ചെയ്യുന്നത് ഈ പറയുന്ന മലാക്ക സ്ട്രെയിറ്റിലുള്ള ചെറിയൊരു കടലിടുക്കാണിത്. ഓക്കെ, ദിസ് ഇസ് സ്മോൾ തിങ്. ഓക്കെ, അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്ന ഇന്തോനേഷ്യയും ബാക്കി രാജ്യങ്ങളോട് ചേർന്നാണ്. അപ്പൊ ഈ ചെറിയ ഏരിയ കൂടാണ് ലോകത്തിന്റെ വലിയൊരു ശതമാനം ഗുഡ്സ് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയ ഹോർമോസ് കടലിൽ കൂടാണ് കുറെ ക്രൂഡ് ഓയിലുകളും അതുപോലെ കുറെ പ്രോഡക്ട്സ് മൂവ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് മലാക്ക. മേ ബി ഹോർമൂസിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആണ് മലാക്ക. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ മലാക്ക ഏതെങ്കിലും ഒരു ഫോഴ്സ് കട്ട് ചെയ്താൽ ചൈനയിലേക്കുള്ള ഗുഡ് ഫ്ലോ, ബീജിങ്ങിലേക്കുള്ള ഈ റൂട്ട് അടഞ്ഞു പോകും. ചൈന പെട്ടെന്ന് സ്റ്റക്കായി പോകും. ഓക്കെ, പക്ഷെ നിങ്ങളൊരു മനസ്സിലാക്കണം, കുറെ കാലം മുമ്പ് വരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് മലാക്ക ഫുള്ളായിട്ട് അടഞ്ഞാൽ ചൈന ഒറ്റയടിക്ക് സ്തംഭിച്ചു പോകുന്നു. ചൈനക്ക് ഇത് അറിയാം. ചൈന ന്യൂ ദാറ്റ് ദേ ഹാഡ് എ മലാക്ക ഡിലമ. അതുകൊണ്ട് അത് സോൾവ് ചെയ്യാനുള്ള പരിപാടി അവർ നേരത്തെ തുടങ്ങിയിരുന്നു. ഓക്കെ, അപ്പൊ ചൈന ഫിയേഴ്സ് ദ മലക്ക സ്ട്രെയിറ്റ് ബ്ലോക്കേഡ്. അതുകൊണ്ടാണ് ചൈന എന്ത് ചെയ്തത്, പയ്യെ BRI എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ചൈന എന്ത് ചെയ്തു, ചൈന ഈ പറയുന്ന മലാക്കയെ ബൈപ്പാസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ പറയുന്ന ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പം ചൈനയുടെ സിൻജിയാങ് കശ്ഗർ റീജിയനിൽ നിന്ന് മൂവ് ചെയ്ത് വന്ന് ഗ്വഡർ പോർട്ട് വരെ. അപ്പൊ അവന് എന്ത് ആക്സസ് ആയി, ഇന്ത്യൻ ഓഷ്യനിൽ ആക്സസ് ആയി. അവന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ പോവാം. അപ്പൊ അവന് എന്താ ആശ്രയിക്കണ്ട, കുറെയൊക്കെ മലാക്ക ഇല്ലെങ്കിലും അവന് പിടിച്ചിരിക്കാം. അതുപോലെ നിങ്ങൾ നോക്കിയേ, ഇവിടെയും ഒരു കോറിഡോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, CMEC കോറിഡോർ. ഓക്കെ, ചൈന മിയൻമാർ ഇക്കണോമിക് കോറിഡോർ. സീ ദിസ്, ചൈനയിൽ നിന്ന് വന്ന് മിയൻമാർ വഴി ഇതേ കടലിൽ ഇറങ്ങുന്നു. അപ്പൊ ചൈനക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ വഴി കയറാം, ഗ്വഡർ വഴി അവന്റെ ഏരിയയിലേക്ക് ഗുഡ്സ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മിയൻമാർ വഴിയും ഗുഡ്സ് ചൈനയിലേക്ക് കൊണ്ടുപോകാം. അപ്പം എവിടെയുള്ള ഡിപ്പെൻഡൻസിയാണ് കുറച്ചേക്കുന്നത്, മലാക്കയിലുള്ള ഡിപ്പെൻഡൻസി ചൈന കുറച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ പണ്ടത്തെ പോലെ അത്രത്തോളം ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ ആരില്ല, ചൈന ഇല്ല. ചൈന പയ്യെ അവന്റെ മലാക്ക ഡിലമയെ ഇറ്റ് ഇസ് ട്രൈയിങ് ടു ബൈപ്പാസ്. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഒരു തലവേദന ഉണ്ടെങ്കിൽ ഇന്ത്യക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചൈന എന്ത് ചെയ്തു, BRIയുടെ ഒരു പൊസിഷൻ നമ്മുടെ POKയിലെ കൂടെ ഓടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ BRIയുടെ ഭാഗമാകാത്തത്. ഇനി ഇതിന്റെ സ്ട്രാറ്റജിക് കോൺസിക്വൻസ് നോക്കിയേ. ഇന്ത്യസ് മലക്ക ഡിലേമ ലിവറേജ് ഇവാപ്പറേറ്റ്സ്. കാരണം നമ്മൾ മലാക്ക ബ്ലോക്ക് ചെയ്താലും അല്ലെങ്കിൽ US മലാക്ക ബ്ലോക്ക് ചെയ്താലും ചൈനയ്ക്ക് ചില ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ഒക്കെ ഉണ്ട്. ഒന്നുകിൽ മ്യാൻമാർ വഴി അല്ലെങ്കിൽ ഗ്വാഡർ പോർട്ട് വഴി. മ്യാൻമാറിൽ നിങ്ങൾ നോക്കിയാൽ ഈ ക്യാപ്റ്റ്യൂ പോർട്ടിന്റെ കൺട്രോൾ ഏകദേശം ചൈനയുടെ കയ്യിലിരിക്കുന്ന ഒരു അവസ്ഥ പോലാണ്. ഓക്കെ, അതുപോലെ ചൈന വേറെ ഒരു കാര്യം കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, തായ്ലാന്റിൽ ഒരു ചെറിയ ഇസ്തുമസ് കട്ട് ചെയ്ത് ഒരു ക്രാക്ക് കനാൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ക്രാക്ക് കനാൽ ഉണ്ടാക്കിയാലും ചൈനയ്ക്ക് സാധനങ്ങൾ ചിലപ്പോൾ ആ വഴി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ചൈന അവന്റെ മലാക്ക ഡിലമ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ BRIയിൽ കാണുന്നത്, ത്രൂ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ആൻഡ് ചൈന മിയൻമാർ ഇക്കണോമിക് കോറിഡോർ. അപ്പൊ ചൈനയുടെ നേവൽ ഗെയിം ആണ് കളിക്കുന്നത്. ചൈന നമ്മുടെ ചുറ്റുമുണ്ട്. ആ ഒരു തിയറി നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചൈനീസ് സ്ട്രിങ് ഓഫ് പോൾസ്. നമ്മുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളിലും ചൈനയ്ക്ക് പ്രസൻസ് ഉണ്ട്. അവരുടെ പോർട്സിനകത്ത് ചൈനയ്ക്ക് പ്രസൻസ് ഉണ്ട്. മിയൻമാറിലെ ക്യാപ്റ്റ്യൂ പോർട്ട് ആയിക്കോട്ടെ, ശ്രീലങ്കയിലെ ഹംബൻതോത്ത പോർട്ട് ആയിക്കോട്ടെ. ക്ലിയർ? ഓക്കെ, അപ്പം ചൈന ഇപ്പൊ എന്താ ചെയ്യുന്നത്, പണ്ടത്തെ സ്ട്രിങ് ഓഫ് പോൾസിന്റെ ഒരു സെക്കൻഡ് വെർഷൻ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. ദേ ആർ ട്രൈങ് ടു കമാൻഡ് ദ സീ ലോജിക്. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഫോളോസ് പ്രിസൈസ് മഹാനിയൻ മോഡൽ. ഓക്കെ, 2000 തൊട്ട് 2005 വരെ ചൈന പല രാജ്യങ്ങൾക്കും വളരെ വലിയ രീതിയിൽ ലോൺ കൊടുത്തു. ലോൺ കൊടുത്തതിന് ശേഷം ആ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് കൊമേഴ്ഷ്യൽ ട്രീറ്റി പിടിച്ചു പറ്റി. ക്ലിയർ? അപ്പൊ അതാണ് ചൈന ചെയ്തത്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ലോൺ കൊടുത്തല്ല, ചൈനയുടെ കയ്യിൽ നിന്ന് ലോൺ മേടിച്ച പലർക്കും ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. ഇപ്പൊ 2000 തൊട്ട് 2015 വരെ ചൈന പല രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു. ആ രാജ്യങ്ങളുമായിട്ട് കൊമേഴ്ഷ്യൽ ട്രീറ്റികൾ നേടിയെടുക്കുന്നു. അതിനുശേഷം 2015 തൊട്ട് 25 വരെയാണ് ചൈനയുടെ ഗെയിം തുടങ്ങുന്നത്. ആദ്യം ചൈന ഒരു രാജ്യത്തിലേക്ക് ആക്സസ് മേടിക്കും, ട്രീറ്റി സൈൻ ചെയ്യും, അതുപോലെ കുറെ കടം അവർക്ക് കൊടുക്കും. രണ്ടാമത്തെ ഫേസിൽ ചൈന സ്റ്റാർട്ട്സ് ദ ഡ്യുവൽ യൂസ് ഗെയിം. ചൈന എന്ത് ചെയ്യും, ഇറ്റ് അപ്ഗ്രേഡ്സ് നോർമലൈസസ് നേവി വാർഷിപ്പ് പ്രസൻസ്. അപ്പൊ ആദ്യകാലത്ത് ചൈനയുടെ എന്താ പറയാ നേവൽ ഷിപ്പുകളൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ കൊമേഴ്ഷ്യൽ ഏരിയകളിൽ വിസിറ്റ് ചെയ്യില്ല, പോർട്സിൽ വിസിറ്റ് ചെയ്യില്ല. പക്ഷെ പിന്നീട് ചൈനയുടെ വാർഷിപ്പ്, ചൈനയുടെ എക്കണോമിക് പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് വന്നു തുടങ്ങി. എന്നിട്ട് ചൈന പറയുന്നത് എന്താ, ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ വാർഷിപ്പുകൾ ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ പയ്യെ ചൈന എന്ത് ചെയ്തു, ചൈനയുടെ വാർഷിപ്പുകളെ ഈ പറയുന്ന രാജ്യങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു തുടങ്ങി. ഇത് നമുക്ക് എവിടെയും കാണാം, ശ്രീലങ്കയിലും കാണാം. ഓക്കെ, ഇനി ചൈനയുടെ ഒരു വേറെ ആസ്പെക്റ്റ് ആണ് ഡിനയൽ.
ഓക്കെ, ചൈന എന്ത് ചെയ്യും? സർവൈലൻസ് ഷിപ്പുകൾ ഉപയോഗിച്ച് ഓഷ്യൻ ഫ്ലോർ മാപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചൈന ഇന്ത്യൻ ഓഷൻ ഓടി നടന്ന് മാപ്പ് ചെയ്യാണ്. ഇനി ഫ്യൂച്ചറിൽ നമ്മളും ചൈനയുമായിട്ടൊരു പ്രശ്നം വന്നാലും ചൈനയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അവന് സമുദ്രത്തിന്റെ അടിത്തട്ട് കാണാതെ അറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ ദിസ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ അസ്. അപ്പൊ ചൈന പലപ്പോഴും പറയുന്നത് ഞാൻ സയന്റിഫിക് എക്സ്പ്ലോറേഷനാണ് നടത്തുന്നത്, ഞാൻ സീ കുക്കുംബറിന്റെ കൾട്ടിവേഷനാണ് നടത്തുന്നതൊക്കെ ചൈന പറയും. ബട്ട് റിയാലിറ്റി ഇറ്റ് ഇസ് മാപ്പിംഗ് ദ സീ ഫ്ലോർ. സബ്മറൈൻ വാർഫെയറിന് ഇൻഫർമേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ഇസ് ക്രൂഷ്യൽ ഫോർ സബ്മറൈൻ വാർഫെയർ ഓപ്പറേഷൻസ്. അപ്പൊ ഇന്ത്യൻ ഓഷൻ എന്ത് ചെയ്യും? ചൈനയ്ക്ക് ഒരു ട്രാൻസ്പെറന്റ് ബാറ്റിൽ സ്പേസ് ആവും. അതായത് ഇന്ത്യൻ ഓഷനിൽ എവിടെ എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെ സബ്മറൈൻ വെക്കാം, എവിടെയൊക്കെ വേറെ സബ്മറൈൻ ഉണ്ട്, എല്ലാം ചൈന കണ്ടുപിടിക്കും. അപ്പൊ ചൈന കണ്ണ് തുറന്ന് യുദ്ധം ചെയ്യും, ബാക്കിയുള്ളവർ കണ്ണടച്ച് യുദ്ധം ചെയ്യുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ ചൈന is spreading its wing to ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഓഷൻ ആരുടെ ഒരു പവർ ബേസ് ആണ്, അല്ലെങ്കിൽ ആരുടെ ബാക്ക്യാർഡ് ആണ്? ഇന്ത്യയുടെ ബാക്ക്യാർഡ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലമാണ് ഇന്ത്യൻ ഓഷൻ. അപ്പൊ ഇന്ത്യൻ ഓഷന്റെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ഇന്ത്യ ആണെന്നാണ് നമ്മൾ പറഞ്ഞു കിടക്കുന്നത്. അപ്പൊ അതിന് വലിയൊരു ചാലഞ്ചാണ് ചൈന കമ്മിങ് ടു ഇന്ത്യൻ ഓഷൻ. ക്ലിയർ? അപ്പൊ ദിസ് ഇസ് ലൈക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ത്രെറ്റ് ടു ഇന്ത്യ. ഓക്കെ, ചൈന is creating a logistical lattice. ഓക്കെ, ചൈന എന്ത് ചെയ്യും? ലോജിസ്റ്റിക്കൽ നേവൽ ലട്ടൈസ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, ചൈനീസ് നേവി എന്താ? അവരുടെ ഒരു ഏരിയയിൽ നിന്ന് ദൂരെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചൈന ഇവിടെ കിടക്കുന്ന ചൈന, പക്ഷെ ചൈനയ്ക്ക് എവിടെയൊക്കെ പ്രസൻസ് ഉണ്ട്? ചൈനയ്ക്ക് മ്യാൻമാറിൽ പ്രസൻസ് ഉണ്ട്, പാകിസ്ഥാനിൽ പ്രസൻസ് ഉണ്ട്, ചൈനയ്ക്ക് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യ വളയുവാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ചൈനയ്ക്ക് ഈ മലേക്ക ഡിലേമ മറികടക്കാൻ വേണ്ടി ചൈന ഇപ്പൊ ഈ വഴിയും ചൈനയ്ക്ക് മൂവ് ചെയ്യാം, മ്യാൻമാർ വഴി മൂവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പം ഇറ്റ്സ് നേവി ഈസ് ഓപ്പറേറ്റിംഗ് ഫാർ ഫ്രം ഹോം. അപ്പം ചൈനയുടെ ലാൻഡ് പവർ ഇസ് ബിക്കമിങ് സീ പവർ. ഓക്കെ, അപ്പൊ ചൈന നമ്മളെ സ്ട്രിങ് ഓഫ് പേൾസ് 1.0 കൊണ്ടും സ്ട്രിങ് ഓഫ് പേൾസ് 2.0 കൊണ്ടും നമ്മളെ വളയുവാണ്. ബംഗ്ലാദേശിൽ ചൈനയ്ക്ക് പ്രസന്റ് ഉണ്ട്, മ്യാൻമാറിൽ ചൈനയ്ക്ക് പ്രസൻസ് ഉണ്ട്, ചൈനയ്ക്ക് ഇറ്റ് ഹാസ് പ്രസൻസ് ഇൻ ഗ്വഡർ പോർട്ട്, പാകിസ്ഥാൻ ഇറ്റ് ഹാസ് പ്രസൻസ് ഇൻ ഹോൺ ഓഫ് ആഫ്രിക്ക. ചൈന ഇസ് എൻസർക്ലിംഗ് us. ഓക്കെ, ഇതിനെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് എന്താ ആവശ്യമുണ്ട്? വി നീഡ് ദിസ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. കാരണം എന്താ? ഗ്രേറ്റ് നിക്കോബാർ അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ നോക്കിക്കഴിഞ്ഞാൽ മലാക്ക ഡിലേമ ചൈന ഇപ്പോഴും ഫുള്ളായിട്ട് സോൾവ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. കാരണം പ്രകൃതി നമുക്ക് തന്ന എയർക്രാഫ്റ്റ് കാരിയർ ആണ്. പണ്ട് ചിലർ പറയും അമേരിക്കയുടെ അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ ഇൻ മിഡിൽ ഈസ്റ്റ് ആണ് ഇസ്രായേൽ എന്ന്. ഓക്കെ, കാരണം അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ പോലെയാണ് ആ ലാൻഡ്. അപ്പൊ നമുക്ക് ഒരിക്കലും മുക്കാൻ പറ്റാത്ത നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർ ആണ് ഇന്ത്യൻ ഓഷന്റെ ഈ ഇമ്പോർട്ടന്റ് ഏരിയയിൽ. ഏത്? നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അപ്പൊ നമുക്ക് ഇതിനെ സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ജോഗ്രഫി ആസ് എ ഡെസ്റ്റിനി, ദ അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ. ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ ഏരിയ. ഇവിടെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയധികം മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. ഇവിടെ ഈ ദിഗിൽപൂരിൽ നമ്മൾ നാസ് ഷിപ്പൂർ എയർ സ്ട്രിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോർട്ട് ബ്ലെയറിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രൈ സർവീസ് കമാൻഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് കമോർട്ടയുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാമിക് എയർഫോഴ്സ് ബേസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ 4 ഏരിയ കമോർട്ടയുടെ അടുത്ത് നമ്മൾ INS കാർദീപിനെ അവിടെ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ ഹൗസ് ഓഫ് ക്യാമ്പൽ ബേ ഹൗസസ്, യുവർ നാസ് ബാസ്. ഓക്കെ, NAS ബാസ്. ക്ലിയർ? അപ്പൊ നമ്മൾ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ പലതും എവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഓൾറെഡി ആൻഡമാൻ നിക്കോബാറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പാൻഷൻ മാത്രമാണ് എവിടെ നടക്കുന്നത്? ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നടക്കുന്നത്. ഓക്കെ, ഇത് നാസ്, ഇറ്റ് ഇസ് എ ഹോക്ക്. ഓക്കെ, ഹോക്ക് ബാസ് എന്ന് പറഞ്ഞാൽ ഹിന്ദി അർത്ഥം ഹോക്ക് എന്നാണ്. ക്ലിയർ? അപ്പൊ ഇപ്പോഴെന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ ട്രിഗർ ആയിട്ട് ഈ ഒരു ആക്ടിവിറ്റി കൂട്ടിയത്? നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിക്കോബാർ ഐലൻഡിനെ ഡെവലപ്പ് ചെയ്ത് ഒരു സ്ട്രാറ്റജിക് സോൺ ആക്കാൻ മാറ്റുന്നത്? ബിക്കോസ് ചൈനീസ് നേവൽ പ്രസൻസ് ഈസ് ബീൻ നോർമലൈസ്ഡ് ഇൻ ഇന്ത്യൻ ഓഷൻ. അവൻ പണ്ട് വല്ലപ്പോഴും വരുള്ളൂ, ഇപ്പൊ എല്ലായിടത്തും അവനുണ്ട്. ഓക്കെ, മ്യാൻമാറിൽ അവൻ ഇവിടെ ഉണ്ട്, ബംഗ്ലാദേശിൽ അവന് ചെറിയ പ്രസൻസ് ഉണ്ട്, അവന് ഇവിടെ കുറെ സ്ഥലങ്ങളിൽ പ്രസൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഇവിടെ അവൻ പ്രസൻസ് ഉണ്ട്. ദുഃഖം പോർട്ടല്ല, നമ്മുടെ യുവർ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ അവന് പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കി ഇന്ത്യ അവൻ എൻസർക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇവിടെ എല്ലാം വരാം. ഇവിടെ വന്ന് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ടയിൽ അവൻ ഡോക്ക് ചെയ്യാണ്.
ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീലങ്ക വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും കടൽ കുക്കുംബർ കൃഷി ചെയ്യാനാണ്, സീ കുക്കുംബർ കൃഷി ചെയ്യാനാണെന്ന് അവൻ പറയുന്നത്. ബട്ട് റിയാലിറ്റി അതല്ല. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഏരിയയിൽ ഓസ്ട്രേലിയ ഉണ്ട്. ഇവിടെ നമ്മൾ ഇന്ത്യൻ ഓഷനിൽ ഒരു ഡോമിനൻസ്, ഇൻഡോ പസഫിക്കിൽ ഒരു ഡോമിനൻസിന് ചെയ്യാനും ചൈനയെ കൗണ്ടർ ചെയ്യാനും ക്വാഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓസ്ട്രേലിയ ഉണ്ട്, അതിനകത്ത് ഇന്ത്യ ഉണ്ട്, USA ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ക്വാഡ്. ഓക്കെ, അപ്പൊ ക്വാഡ് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഉണ്ടാക്കിയേക്കുന്ന ഒരു ബോഡിയാണ്. ക്വാഡ് ഒരു എക്സസൈസ് നടത്തും. ക്വാഡ് നടത്തുന്ന എക്സസൈസിന്റെ പേരാണ് മലബാർ എക്സസൈസ്. അപ്പൊ ഈ മലബാർ എക്സസൈസ് നടക്കുമ്പോൾ ചൈനയുടെ സ്പൈ ഷിപ്പുകൾ എന്ത് ചെയ്യും? ഈ എക്സസൈസ് നടക്കുന്നതിന്റെ അടുത്തൂടെ ഇങ്ങനെ പരതും. എന്തിനാ? നമ്മുടെ ഡിപ്ലോമാറ്റിക് മൂവ്സ് കാണാനാണ്. ചൈനയുടെ ചില സ്പൈ ഷിപ്പുകൾ അത് ശ്രീലങ്കയുടെ അടുത്തൂടെ പോയാൽ പോലും നമ്മുടെ വിശാഖപട്ടണം തൊട്ട് ആ ഒരു ഈസ്റ്റേൺ കോസ്റ്റിനെ മൊത്തം ചൈനയ്ക്ക് മാപ്പ് ചെയ്യാം. അപ്പൊ ചൈനയുടെ പ്രസൻസ് ഇന്ത്യൻ ഓഷനിൽ ഒരു നോർമൽ സംഭവമായിട്ട് മാറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വി ഹാവ് ലോസ്റ്റ് ദ ബഫർ സ്റ്റേറ്റ്സ് ലൈക്ക് മാൽഡീവ്സ്, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇവിടെ എല്ലാം ഇപ്പൊ ചൈന കയറി. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ? അപ്പൊ നമ്മുടെ ടെക്നോളജിക്കൽ മെച്ചുറേഷനുമായി നമ്മുടെ P-81 എയർക്രാഫ്റ്റ് ആണെങ്കിലും ബ്രഹ്മോസ് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും നമ്മളിപ്പോ തിരിച്ച് മറുപടി കൊടുക്കാൻ വി ആർ റെഡി. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അഗ്രസീവ് ആവുന്നു ഇപ്പൊ. ഇനിയും ദർ ഇസ് 4 pillars, ദാറ്റ് ഇസ് കൊമേഴ്ഷ്യൽ ഫേസ് ആൻഡ് മിലിറ്ററി സ്പൈ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? വി നീഡ് ടു മേക്ക് എ ഡ്യുവൽ യൂസ് നേച്ചർ ടെക്നോളജി. അപ്പം ഗവൺമെന്റ് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് പ്ലാൻ ആണ് ഗ്രേറ്റ് നിക്കോബാറിൽ കാണുന്നത്. അവിടെ എക്കണോമിക് ആസ്പെക്റ്റും ഉണ്ടാവും, അവിടെ സ്ട്രാറ്റജിക് ആസ്പെക്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ദിസ് കോമ്പോണന്റ് ആക്ട് ആസ് എ കിൽ ചെയിൻ നോഡ്. കിൽ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഒരു കിൽ ചെയിനിലൂടെയാണ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എയർക്രാഫ്റ്റ് ബാറ്റിൽസിലൊക്കെ ഇത് പറയാറുണ്ട്. അപ്പൊ കിൽ ചെയിൻ ഇന്ത്യക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ, ഒരു രാജ്യമായിട്ടുള്ള ഫൈറ്റിൽ എൻറ്റയർ കിൽ ചെയിൻ ഫില്ല് ചെയ്യണമെങ്കിൽ അതിൽ ഒരു നോഡായിട്ട് എന്ത് വർക്ക് ചെയ്യും? ഗ്രേറ്റ് നിക്കോബാർ വർക്ക് ചെയ്യും. ഒരു നോഡ് ചിലപ്പോൾ വേറൊരു ലൊക്കേഷൻ ആയിരിക്കും. ക്ലിയർ? അപ്പൊ കീ കോമ്പോണൻസ് എന്താ? ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ, ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്, പിന്നെ ഒരു ഹൈബ്രിഡ് പവർ പ്ലാന്റ്, പിന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ്. ഇതാണ് നിക്കോബാർ പ്രോജക്റ്റിന്റെ പാർട്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് 60% ഓഫ് അവർ ക്ലാസ്. ഇനി നമുക്ക് നോക്കാം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. ഇതെന്തിനാ? അതായത് ഈ ഒരു ഏരിയയിൽ പല രാജ്യങ്ങൾക്ക്, ഇപ്പൊ സിംഗപ്പൂർ പോലുള്ള ചില രാജ്യങ്ങൾക്ക് ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുകളുണ്ട്. ഇന്ത്യക്ക് നിങ്ങൾ നോക്കിയാൽ ഈ ഇടയ്ക്ക് ഒരെണ്ണം ഉള്ളത് വിഴിഞ്ഞത്താണ്, ബാക്കിയൊന്നും ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ട്രാൻസ്ഷിപ്മെന്റ് എന്താ? സാധാരണ ഒരു ഭീമാകാരനായ കപ്പൽ കാരിയർ ഇത് സഞ്ചരിച്ച് ഒരു ഏരിയ ചെന്ന് പല രാജ്യത്തിലേക്ക് ഇതിന് മൂവ് ചെയ്യണം, ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ. ഇപ്പൊ എന്ത് പറ്റും? ഈ ഒരു കപ്പലിന് വളരെ സ്ലോ ആയിട്ടേ മൂവ് ചെയ്യാൻ പറ്റൂ, ഓരോ സ്ഥലത്തെ പേപ്പർ വർക്ക് ചെയ്യണം. ഇവിടെയാണ് ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതിനകത്ത് എന്താ നടക്കുന്നത്? ഇപ്പൊ ഇന്ത്യയിൽ ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ഉണ്ടെന്ന് വെച്ചോ. ഈ വലിയ കപ്പൽ ഇവിടെ വന്ന് ഡോക്ക് ചെയ്യും. ഡോക്ക് ചെയ്തിട്ട് ചെറിയ കപ്പലുകൾ ഉപയോഗിച്ച് ഗുഡ്സിനെ വേറെ വേറെ രാജ്യങ്ങളിലേക്ക്, ലൊക്കേഷനിലേക്ക് അയക്കും. ആ വലിയ കപ്പലിന് എല്ലായിടത്തേക്കും പോകണ്ട. ഇതാണ് ട്രാൻസ്ഷിപ്മെന്റ് ഹബിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു ട്രാൻസ്ഷിപ്പ് ഹബ് ഉണ്ടെങ്കിൽ വേറെ രാജ്യങ്ങൾക്കുള്ളതിനെ പോലെ ബിസിനസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. വലിയ വലിയ കപ്പലുകൾ നമ്മുടെ ട്രാൻസ്ഷിപ്മെന്റ് ഹബിൽ വന്ന് ഡോക്ക് ചെയ്യും. അവിടുന്ന് ചെറിയ ചെറിയ കപ്പലുകൾ വഴി ബാക്കി രാജ്യങ്ങളിലേക്ക് ഗുഡ്സ് പോകും. ഓക്കെ, സോ എക്കണോമിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഇസ് ടു ക്യാപ്ചർ റവന്യൂ ഫ്രം കൊളംബോ ആൻഡ് സിംഗപ്പൂർ. ഇവർക്കാണ് ഇപ്പോൾ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ് ഉള്ളത്. ഇവർക്ക് കിട്ടുന്ന റവന്യൂ നമുക്ക് കിട്ടിയാൽ പൊളിക്കോ? ഇല്ല, നമുക്കും വേണം. സ്ട്രാറ്റജിക്കലി ദിസ് ഇസ് എ ഡീപ് ഡ്രാഫ്റ്റ് പോർട്ട് ഫോർ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. അപ്പൊ ഈ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിൽ നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർക്കും പാർക്ക് ചെയ്യാം. അപ്പൊ ദിസ് ഇസ് ഹാവിംഗ് ഡ്യുവൽ യൂസ്. പിന്നെ ദിസ് ഇസ് ലോജിസ്റ്റിക്കൽ ഹബ് ഫോർ ഫ്രണ്ട്ലി ക്വാഡ് നേവീസ്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, ചൈനയ്ക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ, ജാപ്പനീസ് അല്ലെങ്കിൽ US ഫോഴ്സസിനും ഇവിടെ വന്ന് നിൽക്കാം. അപ്പൊ ഇതൊരു ബേസ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോജക്റ്റ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിന്റെ ഗുണം എന്താണ്? ഇറ്റ് വിൽ ബൂസ്റ്റ് ടൂറിസം ആൻഡ് സിവിലിയൻ കണക്ടിവിറ്റി. ഓക്കെ, ഒരു 4000 മീറ്റർ ഉള്ള സ്ട്രാറ്റജിക് റൺവേ ഉണ്ടാവും. ഹെവി മിലിറ്ററി ട്രാൻസ്പോർട്ടിന് ഇവിടെ ലാൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ സർവൈലൻസും ഇവിടെ നിന്ന് നമുക്ക് നടത്താം ഇന്ത്യൻ ഓഷനിൽ. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഒരു പവർ പ്ലാന്റ് ഉണ്ട് 450 മെഗാവാട്ട്സിന്റെ. ഓക്കെ, ഇക്കണോമിക്കലി ദിസ് വിൽ പ്രൊവൈഡ് റിലയബിൾ എനർജി. ഇവിടെ ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ആ ടൗൺഷിപ്പിന് എനർജി ഈ പറയുന്ന പവർ പ്ലാന്റ് കൊടുക്കും. സ്ട്രാറ്റജിക്കലി പവർ എനർജി ഇന്റൻസീവ് റഡാർ സിസ്റ്റം. നിങ്ങൾ മനസ്സിലാക്കണം, റഡാർ സിസ്റ്റംസ് പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് നല്ല പവർ ആവശ്യമുണ്ട്. അത് എവിടെ നിന്ന് കിട്ടും? ഈ പവർ പ്ലാന്റ് ഇത് കിട്ടും.
അപ്പൊ നമ്മൾ ഇന്ത്യൻ ഓഷനിൽ കണ്ണുകളാവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ കാഴ്ച വരാൻ പോവാണ്. ദിസ് ഇസ് എസെൻഷ്യൽ ഫോർ 24/7 അഡ്വാൻസ് സെൻസർ ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡ്യുവൽ യൂസ് പറഞ്ഞു. അപ്പം ട്രാൻസ്ഷിപ്മെന്റ് ഹബിനും ഡ്യുവൽ യൂസ് ഉണ്ട്, ഇതിനും ഡ്യുവൽ യൂസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ഉണ്ട്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്താ? എക്കണോമിക് ഹൗസിംഗ് ഫോർ വർക്കേഴ്സ് ആൻഡ് ടൂറിസം സ്റ്റാഫ്. അപ്പൊ ഇവിടെ എല്ലാം താമസിക്കുന്ന വർക്കേഴ്സിനും ടൂറിസത്തിനും വേണ്ടി, ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ എന്താ ഉണ്ടാവും? റിസോർട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. സ്ട്രാറ്റജിക്കലി ഇതിന്റെ ഗുണം എന്താ? പെർമനന്റ് ഗാരിസൺ ഫോർ മിലിറ്ററി പേഴ്സണൽ. ഈ ടൗൺഷിപ്പിൽ സാധാരണക്കാർ മാത്രമല്ല, മിലിറ്ററി ഉണ്ടാവും. എൻഷുവേഴ്സ് എ സെൽഫ് സസ്റ്റൈനിങ് ബേസ് ഡ്യൂറിങ് കോൺഫ്ലിക്ട്. ഓക്കെ, ഇവിടെ മാത്രം എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കാരണം എന്താണ്? നമ്മള് സിവിലിയൻ പോപ്പുലേഷനെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടു നിർത്തിയാൽ, നമുക്കൊരു യുദ്ധം നടക്കുന്ന സമയത്ത് അവരെ എല്ലാം ഈ പറയുന്ന ഒപ്പോണന്റിനെ ടാർഗറ്റ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ഗ്രേറ്റ് നിക്കോബാറിനെ, ഈ ഒരു ഏരിയ ഒരു സ്ട്രാറ്റജിക് ഫൈറ്റിംഗ് സോൺ ആയിട്ട് മാറ്റാനാണ്. ഓക്കെ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയറിന്റെ പണി, നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസ് അവിടെ നിന്ന് നടക്കാം. പക്ഷെ പ്രശ്നം വെച്ചാൽ നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്താൽ, നമ്മുടെ എനിമി കൺട്രിക്കെതിരെ നമ്മൾ ഇവിടുന്ന് അറ്റാക്ക് ലോഞ്ച് ചെയ്താൽ ഓബ്വിയസ്ലി ആ ഐലൻഡിലേക്ക് അവരും അടിക്കും. അപ്പൊ യു എയിൽ നിന്ന് ഇറാനിലേക്ക് അടി പോയാൽ യു എയിലേക്ക് ആരും അടിക്കുന്നുണ്ട്? ഇറാനും അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിവിലിയൻ പോപ്പുലേഷനെ അവിടെ കൊണ്ട് പാർപ്പിച്ചാൽ തുടക്കകാലത്തിൽ 10,000-5,000 പേരായിരിക്കും. പിന്നെ പറയുന്നത് 6 ലക്ഷം തൊട്ട് 8 ലക്ഷം പേര് അവസാനം ഈ ടൗൺഷിപ്പിൽ കാണുമെന്നാണ്. അപ്പൊ അത്രയും പേരെ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ അഡ്വാൻറ്റേജ് പോയില്ലേ? നമുക്കത് മിലിറ്ററി യൂസിന് ഉപയോഗിക്കാം. പക്ഷെ അവർ കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ആൾക്കാരെ എല്ലാം അത് ബാധിക്കില്ലേ? ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അപ്പൊ ഇത് ഒരു ചെറിയ പ്രശ്നമാണ്. ഇതിന്റെ ഒരു കൗണ്ടർ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, സോ നമ്മൾ പറയേണ്ടത് ഈ ഒരു പ്രോജക്ട്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റർ കണക്റ്റഡ് നോഡ്സ്, ദ അയൺ കർട്ടൻ സ്ട്രാറ്റജി. അപ്പൊ ദിസ് ക്രിയേറ്റ്സ് ദ സെൻസർ ഷൂട്ടർ ലൂപ്പ് കോമ്പോണന്റ്സ് ഫോം ഇന്റഗ്രേറ്റഡ് A2AD സിസ്റ്റം. പവർ പ്ലാന്റിംഗ് കൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ റഡാർ ഡിറ്റക്ടിങ് വെസലുകളെ നമ്മൾ ഓടിക്കും. ഓക്കെ, ക്ലിയർ. അതുപോലെ ടൗൺഷിപ്പിനകത്ത് ക്രൂ കാണും, എയർപോർട്ട് ലോഞ്ചസ് കാണും. P-81 പാട്രോളിംഗ് എയർക്രാഫ്റ്റിനെയൊക്കെ നമുക്കത് അവിടുന്ന് ലോഞ്ച് ചെയ്യാം. പിന്നെ പോർട്ടിനകത്ത് നമുക്ക് ഡിസ്ട്രോയേഴ്സിനെ പ്ലേസ് ചെയ്യാം ടു ഇന്റർസെപ്റ്റ് ടാർഗറ്റ്സ്. അപ്പൊ ഈ സ്ഥലങ്ങൾക്കെല്ലാം ദിസ് വിൽ ഹെൽപ്പ് us to counter attack or launch an operation. We have an integrated strategy. GNMP, Great Nicobar Project, is merely one part of a plan. ഓക്കെ, ഇത് നമ്മുടെ നെക്ലേസ് ഓഫ് ഡയമണ്ട് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതായത് ചൈന നമ്മുടെ ചുറ്റും സ്ട്രിങ് ഓഫ് പോൾസ് ഇറക്കുന്ന പോലെ നമ്മൾ ചൈനയുടെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡയമണ്ട് നെക്ലേസ് ഒരുക്കുന്നുണ്ട്. ഇവിടെ നോർത്തിൽ മംഗോളിയയിൽ നമുക്ക് പ്രസൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ചാങ്കി പോർട്ടിൽ നമുക്ക് പ്രസൻസ് ഉണ്ട്, സബാങ് പോർട്ടിൽ നമുക്ക് പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളും ഇന്തോനേഷ്യയിലും തായ്ലാന്റിലും സിംഗപ്പൂരിലും ഒക്കെ നമ്മുടെ പ്രസൻസ് ഉണ്ടാകും. ഇവിടെ നമുക്ക് അസംഷൻ ഐലൻഡിൽ നമുക്ക് പ്രസൻസ് ഉണ്ട്, അഗലേഗ ഐലൻഡ്സിൽ നമുക്ക് പ്രസന്റ് ഉണ്ട്. തൊട്ടടുത്ത് ഫ്രാൻസിന്റെ റിയൂണിയൻ ഐലൻഡ് ഉണ്ട്, അവരുമായിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. ഇറാനിൽ നമുക്ക് ചബഹാർ പോർട്ട് ഉണ്ട്, ഒമാനിൽ നമുക്ക് ദുഃഖം പോർട്ട് ഉണ്ട്. അപ്പൊ നമ്മളെ ചൈന എൻസർക്കിൾ ചെയ്യുമ്പോൾ ചൈനയെ നമ്മൾ കൗണ്ടർ എൻസർക്കിൾമെന്റിന് വിധേയമാക്കുകയാണ് ത്രൂ അവർ നെക്ലേസ് ഓഫ് ഡയമണ്ട് സ്ട്രാറ്റജി. ഓക്കെ, ചാങ്കി പോർട്ട്, സബാങ് പോർട്ട്, ദുഃഖം പോർട്ട്, യുവർ ചബഹാർ പോർട്ട്, പിന്നെ നമ്മുടെ നിക്കോബാർ. ക്ലിയർ? ചാങ്കി പോർട്ട് ഇസ് ഇൻ സിംഗപ്പൂർ. ഓക്കെ, സബാങ് ഈസ് ഇൻ വിയറ്റ്നാം, ഐ ഗസ്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് സ്ട്രാറ്റജി ഈസ് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ മറൈൻ ആർക്കിടെക്ചർ. ആൻഡമാൻ നിക്കോബാർ ആക്ട്സ് ആസ് എ സെൻട്രൽ ഹബ്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോം ദ സ്പോക്സ്. നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ട്. ദിസ് ക്രിയേറ്റ്സ് എ ഡബിൾ ഫിഷ് ഹുഡ് ഫോർമേഷൻ സെക്യൂറിംഗ് ദ ഇന്ത്യൻ ഓഷൻ. അപ്പൊ ഈസ്റ്റിലും വെസ്റ്റിലും നമ്മൾ 2 ഹുക്ക് നമ്മൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് കൗണ്ടർ എൻസർക്കിൾമെന്റിന് വേണ്ടി. ഓക്കെ, ദ ഹബ് ഫോർട്രസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, നോർത്തേൺ നോഡായിട്ട് ആൻഡമാൻ വർക്ക് ചെയ്യും. അവിടെ നമ്മുടെ INS കൊഹാസയുണ്ട്. റൺവേസ് എക്സ്റ്റെൻഡഡ് ടു 3000 meters. അവിടെ നമുക്ക് ഫൈറ്റർ ജെറ്റുകളുണ്ട്. ഓക്കെ, കൊക്കോ ഐലൻഡ്സിൽ ആരുടെ പ്രസൻസ് ഉണ്ട്? ചൈനയുടെ പ്രസൻസ് ഉണ്ട് കൊക്കോ ഐലൻഡ്സിൽ, നമ്മുടെ നോർത്തിൽ. അപ്പൊ ചൈനയെ കൗണ്ടർ ചെയ്യാൻ നമ്മുടെ ആൻഡമാനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? INS കൊഹാസെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫൈറ്റർ ജെറ്റ്സും ഉണ്ട്. പോർട്ട് ബ്ലെയറിൽ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സെന്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്യൂസസ് ഡേറ്റ ഫോർ ഗോഡ്സ് ഐ വ്യൂ. റഡാർ ചെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ക്രിയേറ്റഡ് കോസ്റ്റൽ റഡാർ ലിങ്ക് നോർത്ത് ടു സൗത്ത്, ക്രിയേറ്റിംഗ് ഇലക്ട്രോണിക് വാൾ അഗെയിൻസ്റ്റ് സബ്മറീൻസ്. ഇപ്പൊ റഡാറുകളും ഫൈറ്റേഴ്സും അതുപോലെ റൺവേസും എല്ലാം നമ്മൾ ഈ നോർത്തേൺ നോഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടു ഫൈറ്റ് ചൈന. പിന്നെ സദേൺ നോഡ് നോക്കിയാൽ നിക്കോബാർ, അവിടെ ക്യാമ്പൽ ബേയിൽ നമ്മൾ വി ഹാവ് അപ്ഗ്രേഡ് ടു സപ്പോർട്ട് ഹെവി ലിഫ്റ്റ് എയർക്രാഫ്റ്റ്.
അവിടെ C-130G ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും P-80 ഡ്രോൺസിനെല്ലാം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സദേൺ ഹുക്കിന്റെ കണ്ണുകളായിട്ട് ഇത് പ്രവർത്തിക്കും. ഓക്കെ, ഇപ്പൊ ഗലാത്തിയ ബേ പോർട്ട് ഇറ്റ് ഈസ് ഹോസ്റ്റിംഗ് ഡീപ് വാട്ടർ അസെറ്റ്സ് മസിൽ കേബിൾ ഓഫ് സ്ട്രൈക്കിംഗ് ഹോസ്റ്റ്. നമ്മുടെ സബ്മറൈൻസ് ഒക്കെ അവിടെ ഉണ്ട് ഈ ഗലാത്തിയയിലും ക്യാമ്പൽ ബേയിലും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതൊരു ചെറിയ പ്രോജക്റ്റ് അല്ല. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഒരു വലിയ പ്രോജക്റ്റിന്റെ ചെറിയ ഭാഗം മാത്രമാണ്. ഓക്കെ ഓക്കെ, ദ സ്പോക്സ്, ദ ഡയമണ്ട് നെക്ലേസ്. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ പ്രസൻസ് ഉണ്ട്? ക്ലിയർ. ചൈനയ്ക്ക് ഇഫ് ദേ ഹാവ് പ്രസൻസ് ഇൻ ഹമ്പൻതോട്ട, ഇഫ് ദേ ഹാവ് പ്രസൻസ് ഇൻ ഗ്വാദർ, ഇഫ് ദേ ഹാവ് പ്രസൻസ് ഇൻ ഡിജിബോട്ടി, നമുക്കും ഉണ്ടെന്നേ പ്രസൻസ്. വി ആർ ഓൾസോ ഹാവിംഗ് പ്രസൻസ്. ക്ലിയർ. അപ്കമിങ് ഇന്ത്യൻ ബേസസ് അകലേഖയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ആഫ്രിക്കയുടെ കോസ്റ്റൽ സൈഡിൽ. അതുപോലെ മഡഗാസ്കറിൽ നമുക്ക് പ്രസൻസ് ഉണ്ടാവാം, അസംഷൻ ഐലൻഡിൽ നമുക്ക് പ്രസൻസ് ഉണ്ടാവാം. ഓൾറെഡി നമുക്ക് ദുഃഖം ഒമാനിൽ നമുക്കൊരു നേവൽ ബേസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ. പിന്നെ ഇവിടെ റിയൂണിയൻ ബേസ് ആണ്, പക്ഷെ ഫ്രഞ്ച് അസറ്റ് ആണ്, ഫ്രഞ്ചും നമ്മളും ഫ്രണ്ട്ലി ആണ്. അപ്പൊ ചൈനയെ നമ്മളും കൗണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പൊ വെസ്റ്റ് അകലേഖ മൗറീഷ്യസിൽ വി ആർ ക്രിയേറ്റിംഗ് എൻ എയർ സ്ട്രിപ്പ് ആൻഡ് ജെട്ടി ഓപ്പറേഷൻ സിൻസ് 2025. ഇവിടെ നമ്മുടെ P-81 എയർക്രാഫ്റ്റ് ഉണ്ട് മൊസാംബിക് ചാനലിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. അതുപോലെ നോർത്ത് വെസ്റ്റിൽ നമുക്ക് എന്തുണ്ട്? ദുഃഖം പോർട്ട്. ഇവിടെ ഒമാനിൽ ദുഃഖം പോർട്ട് ഉണ്ട്. അവിടെയും വി ഹാവ് നേവൽ ആക്സസ് എഗ്രിമെന്റ് ടു സെക്യൂർ ലോജിസ്റ്റിക്സ്. ദിസ് ഇസ് മെയിൻ്റനൻസ് ഹബ് ഫ്ലാങ്കിങ് പാകിസ്ഥാൻ ഗോഡേഴ്സ് പോർട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒമാനില് പാകിസ്ഥാന്റെ ഗോഡറിനെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് ദുഃഖം പോർട്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ പാകിസ്ഥാന്റെ ഗ്വാദർ പോർട്ട് ആണെങ്കിൽ, ചൈനയുടെ പ്രസൻസ് ഉള്ള, ചൈനയുടെ കൺട്രോൾ ഉള്ള ഗ്വാദർ പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടെതിരെ അതിനെ ഫ്ലാങ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒമാനിൽ ദുഃഖം പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്വാഡർ ആണെങ്കിൽ ഇവിടെ ചാബഹാർ, ഇവിടെ ദുഃഖം. അപ്പൊ പരസ്പരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഗെയിം അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി സൗത്ത് വെസ്റ്റിൽ നമുക്ക് അസംഷൻ ഐലൻഡ് സീഷെൽസിൽ നമുക്ക് എന്തുണ്ട്? സീഷെൽസിൽ നമുക്ക് റിവൈസ്ഡ് നേവൽ ഫെസിലിറ്റി വിത്ത് മോണിറ്റേഴ്സ് ദ സദേൺ അപ്രോച്ച് പ്ലഗ്സ് ഗ്യാപ്പ് ബിറ്റ്വീൻ മൗറീഷ്യസ് ആൻഡ് ആഫ്രിക്ക. ഈസ്റ്റേൺ ഏരിയയിൽ നമുക്ക് എന്തുണ്ട്? ഞാൻ പറഞ്ഞ പോലെ സബാങ് പോർട്ട് ഉണ്ട്. ഇന്തോനേഷ്യയിൽ വി ഹാവ് സബാങ് പോർട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് പ്രസൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ. വി ഹാവ് പോർട്ട് ആക്സസ് അറ്റ് നോർത്തേൺ ടിപ്പ് ഓഫ് സുമാത്ര ആൻഡ് ഓൾസോ ഇറ്റ് ക്ലാംസ് മലാക്ക സ്ട്രേറ്റ് ഫ്രം ബോത്ത് സൈഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലുണ്ട്, സബാങ്ങിലുണ്ട്, ഇപ്പുറത്ത് ചാങ്കിയിലും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ മലാക്ക സ്ട്രേറ്റിലോട്ട് ആക്സസ് വേണമെങ്കിൽ ചൈനയുടെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ഇപ്പൊ നമുക്ക് അവിടെ വലിയ മിലിറ്ററി പ്രസന്റ് ഒന്നല്ല, ബട്ട് വി ആർ ദെയർ. ഓക്കെ, അപ്പൊ വിയറ്റ്നാമിൽ നമ്മളുണ്ട്, സിംഗപ്പൂരിൽ ചാങ്കിയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്, ഇന്തോനേഷ്യയിലെ സബാങ് പോർട്ടിൽ നമുക്ക് പ്രസൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫുൾ ആയിട്ടുള്ള മിലിറ്ററി പ്രസൻസ് നമുക്ക് ആൻഡമാൻ നിക്കോബാറിലും ഉണ്ട്. സൗത്ത് ഈസ്റ്റില് റിയൂണിയൻ ഐലൻഡ്, നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ അകലേഖയിലും അവിടെയും നമ്മൾ ഉള്ളതുപോലെ തന്നെ, ഇവിടെ മൗറീഷ്യസ് നമ്മൾ ഉള്ളതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത് റിയൂണിയൻ ഐലൻഡ് ഉണ്ട്. വി ഹാവ് എ ലോജിസ്റ്റിക് പാക്സ് വിച്ച് അലൗ അസ് ആക്സസ് ടു ഫ്രഞ്ച് ബേസസ്. ദിസ് ഡിനൈസ് ഓപ്പൺ ഓഷ്യൻ എസ്കേപ്പ് റൂട്ട് ഫോർ ചൈന. അപ്പൊ ഇത് കണ്ടില്ല, ഇതൊരു വലിയ കളിയാണ്. ഇതിനകത്തൊരു മേജർ പാർട്ടാണ് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. ഓക്കെ, ദെൻ വി ആർ പ്ലാനിങ് ഫോർ എ യൂറോപ്യൻ ഇന്ത്യ വെഡ്ജ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ EU FTA ഇത് വെറും ഒരു എക്കണോമിക് ആസ്പെക്ട് അല്ല. ദിസ് ഇസ് ഷോയിങ് സ്ട്രാറ്റജിക് ഇന്റഗ്രേഷൻ. ഇത് താരിഫ് റിഡക്ഷൻ മാത്രമല്ല, ദിസ് ഇസ് എ ജിയോ എക്കണോമിക് വെപ്പൺ സിസ്റ്റം. ദിസ് ഇന്റഗ്രേറ്റ്സ് യൂറോപ്പ് ആൻഡ് ഇന്ത്യസ് മാരിടൈം ഡിഫൻസ്. ഓക്കെ, ഇറ്റ് ഇന്റർവൈൻസ് യൂറോപ്യൻ ഇൻട്രസ്റ്റ് വിത്ത് ഇന്ത്യൻ ജോഗ്രഫി. ഇപ്പൊ ഇന്ത്യയും യൂറോപ്പുമായിട്ട് വളരെ രീതിയിൽ എക്കണോമിക്കലി കണക്റ്റഡ് ആയാൽ ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാൽ അത് യൂറോപ്പിനെയും ബാധിക്കും. അപ്പൊ ചൈന ഇന്ത്യ പ്രശ്നം വന്നാൽ ഇൻ ഫ്യൂച്ചർ മേ ബി യൂറോപ്പ് വിൽ ഓൾസോ ബീൻ ഡ്രോൺ ടു ദാറ്റ് ഇഷ്യൂ. ഓക്കെ, ദിസ് ഔട്ട്സോഴ്സസ് സെക്യൂരിറ്റി കോസ്റ്റ് ടു ബ്രുസൽസ്, യുവിന്റെ ക്യാപിറ്റൽ. ക്ലിയർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് യുവിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്രേറ്റ് നിക്കോബാർ ചെയ്തിട്ട് അവിടെ നമ്മുടെ ജനങ്ങളെ കൊണ്ട് താമസിപ്പിച്ചാൽ അതൊരു പ്രശ്നമല്ലേ? കാരണം വെച്ചാൽ കൗണ്ടർ അറ്റാക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ സമയത്ത് ഈ രാജ്യങ്ങൾ നമ്മുടെ നിക്കോബാറിനെ അടിക്കില്ലേ, ഗ്രേറ്റ് നിക്കോബാറിനെ. അപ്പൊ അതിനൊരു കൗണ്ടർ കാര്യങ്ങൾ ചിലർ പറയുന്നത്, ഒത്തിരി ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്തിനെ അറ്റാക്ക് ചെയ്യാൻ, സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യാൻ ഏതൊരു രാജ്യത്തിനും കുറച്ച് മടിയായിരിക്കും. അപ്പൊ അതൊരു കൗണ്ടർ ലിവറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ക്ലിയർ. പിന്നെ നമുക്ക് അടുത്ത ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ദ ചൈന +1 ആങ്കർ. ഓക്കെ, ദിസ് ഇസ് സപ്ലൈ ചെയിൻ ഷിഫ്റ്റ്. ചൈനയുടെ പ്രശ്നം എന്താ? ലോകത്തെ മാനുഫാക്ചറിങ് ഹബ്ബാണ് ചൈന. എല്ലാ രാജ്യങ്ങൾക്കും ചൈനയെ ആവശ്യം. നമ്മുടെ ആപ്പിൾ ഉണ്ടാക്കണമെങ്കിലും ഐഫോൺ ഉണ്ടാക്കുന്നെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നെങ്കിലും ചില കാര്യത്തിൽ ചില പ്രത്യേക ചിപ്പ് ഉണ്ടാക്കണമെങ്കിലും ചൈനയെ വേണം. അമേരിക്ക ചൈനയെ പേടിപ്പിക്കാൻ നോക്കി, 50% താരിഫ് ഇടും, 100% താരിഫ് ഇടും. പക്ഷെ ചൈനയുടെ കയ്യിൽ റെയർ എർത്ത് ഉണ്ട്. റെയർ എർത്ത് ഉണ്ടെങ്കിലേ അമേരിക്കയുടെ ടോം ഹോക്ക് മിസൈൽ ഉണ്ടാക്കാൻ പറ്റൂ. അവന് എയർക്രാഫ്റ്റ് ഉണ്ടാക്കണമെങ്കിലും
അതിൻ്റെ കോമ്പോണൻസിന് റെയർ എർത്ത് വേണം. അപ്പം ചൈനയുടെ കയ്യിൽ ഇങ്ങനെ ചില സാധനങ്ങളുണ്ട്. ചൈനയുടെ കയ്യിൽ മാനുഫാക്ചറിങ് പവർ ഉണ്ട്, അവൻ്റെ കയ്യിൽ റെയർ എർത്ത് ഉണ്ട്. ഇന്ത്യക്ക് മരുന്നുണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം, APIs വേണം. APIs ആരുടെ കയ്യിലേ ഉള്ളൂ? ഇറ്റ് ഇസ് ഓൺലി വിത്ത് ചൈന. അപ്പം ലോകത്തിന്റെ ഒരു മാനുഫാക്ചറിങ് ബേസ് ചൈന ആയതുകൊണ്ട് രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചൈന അവന്റെ എക്കണോമിക് എഡ്ജ് ഉപയോഗിക്കും. അപ്പൊ ചൈനയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മാറ്റി വേറെ രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയിനെ മാറ്റാൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് എ സപ്ലൈ ചെയിൻ ഷിഫ്റ്റ്. ഡീൽ സ്ലാഷസ് താരിഫ്സ് ഫോർ 96.6% ഗുഡ്. ഞാൻ യുവിന്റെ കാര്യം പറഞ്ഞത് ഇൻസെന്റിഫൈസസ് മാനുഫാക്ചറിങ് ഷിഫ്റ്റിംഗ് ഫ്രം ചൈന. ഓക്കെ, ഗ്രേറ്റ് നിക്കോബാർ ബിക്കംസ് ഫിസിക്കൽ സപ്ലൈ ചെയിൻ ഫണൽ. EU കമ്പനീസ് ബൈപാസ് ചൈനീസ് ലോജിസ്റ്റിക്കൽ ചെയിൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ചൈനയിൽ നിന്നുള്ള ഡിപ്പെൻഡൻസ് മാറ്റി ചില പ്രൊഡക്ഷൻ സെന്റേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. നിക്കോബാർ എന്ത് ചെയ്യും? അവരുടെ മേജർ ലോജിസ്റ്റിക് റൂട്ടിലെ ഒരു മെയിൻ ഫണലായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ചൈനീസ് ലോജിസ്റ്റിക് എഡ്ജിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ചൈനയെ പെട്ടെന്നൊന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചൈനീസ് +1 സ്ട്രാറ്റജി ലോകം മൊത്തം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ മേജർ ഒരു കമ്പോണന്റ് ആയിരിക്കും ഇന്ത്യയും. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോജക്റ്റ് മനസ്സിലാക്കി. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ നേഷൻ സെക്യൂരിറ്റി. പക്ഷെ അപ്പുറത്തെ സൈഡിലുള്ള വാദങ്ങൾക്കും അതിന് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം അവിടെ ഷോംപെൻ ട്രൈബ്സ് ഉണ്ട്, ഗ്രേറ്റ് നിക്കോബാറൈറ്റ്സ് ട്രൈബ് ഉണ്ട്. ഇവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇവർ പ്രിമിറ്റീവ്ലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പാണ്, PVTGകളാണ്. അപ്പം ഇവരോട് ചോദിക്കാതെയാണോ ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്? ബട്ട് ദിസ് ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ദ ലൈഫ് ഓഫ് ട്രൈബൽസ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് ഇതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ട്രൈബൽസിന്റെ കുറെ സ്ഥലങ്ങളിലൂടെ ഡീനോട്ടിഫൈ ചെയ്യുമെന്ന് പറയപ്പെടുന്നു, അവരെ റീലൊക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ട്രൈബൽസിനെ നമ്മൾ ആൻഡമാന്റെ കാടിന്റെ നടുക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരെത്രത്തോളം അവിടെ സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ഈ ഒത്തിരി അധികം ആൾക്കാരെ നമ്മൾ അവിടെ കൊണ്ടുവന്നാൽ ഈ പറയുന്ന ട്രൈബ്സിന് ചിലപ്പോൾ ചില ഡിസീസസ് ഒക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്, എപ്പിഡമിക്സ്. അത് മതി ഒരു എൻറ്റയർ ട്രൈബിനെ മായ്ച്ചു കളയാൻ. പണ്ട് സ്പാനിഷ് ഇൻവേഡേഴ്സ് അവര് ലാറ്റിൻ അമേരിക്കയിൽ കയറിയപ്പോഴാണ് നമുക്ക് ഇൻകാ സിവിലൈസേഷൻ, അസറ്റിക് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ സിവിലൈസേഷൻസിന് മൊത്തത്തിലുള്ള നാശം സംഭവിച്ചത്. അപ്പൊ അതുപോലെ ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ഷുഡ് ഫോളോ ദ പ്രോപ്പർ പാത്ത്. ആ ട്രൈബൽസിന്റെ കൺസെന്റ് എടുക്കണം. അവരെ മാറ്റുന്നുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ച് വേണം മാറ്റാൻ. ഓക്കെ, ക്ലിയറൻസ് കള്ളത്തരം കാണിച്ച് ഒപ്പിച്ചിട്ട് കാര്യമില്ല. വി ഷുഡ് ഡു തിങ്സ് ഇൻ എ പ്രോപ്പർ വേ. അപ്പൊ നമ്മുടെ ഗാന്ധിജിയുടെ ഫിലോസഫി പോലെ എൻസ് പോലെ തന്നെ മീൻസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനെ മൊത്തം എതിർക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ ഡോണ്ട് സപ്പോർട്ട് ദം. കാരണം സ്ട്രാറ്റജിക്കലി നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ചൈന ഡെവലപ്പായി നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു രക്ഷയില്ലാതെ ആവേണ്ട അവസ്ഥ വരണോ? ഇറ്റ് ഇസ് നോട്ട് നീഡ്. നമുക്കിത് ആവശ്യമാണ്, പക്ഷെ ഇത് ഇത്തിരി സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. ഇപ്പൊ ചിലർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ ഒന്നും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കരുത്. അപ്പം ആൻഡമാൻ ഒരു ടാർഗറ്റായി മാറും. ഓക്കെ, ആ ടൗൺഷിപ്പിന്റെ കാര്യങ്ങൾ അത് കുറച്ചൊന്ന് റെസ്ട്രിക്ട് ചെയ്യാം. ബാക്കി എയർ സ്ട്രിപ്പ് ആണെങ്കിലും ട്രാൻസ്ഷിപ്മെന്റ് ഹബ് ആണെങ്കിലും ഇറ്റ് ഇസ് നീഡഡ് എക്കണോമിക്കലി ആൻഡ് സ്ട്രാറ്റജിക്കലി. അപ്പം 5-6 ലക്ഷം പേരെ ആ എക്കോളജിക്കലി ഫ്രജൈൽ സോണിൽ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് സഹിതം പലർക്കും എതിർപ്പുണ്ട്. ബട്ട് ദിസ് പ്രോജക്ട് ഇസ് നീഡഡ്. യെസ്, ഇറ്റ് ഇസ് എൻ യെസ്. പക്ഷെ നമ്മൾ ട്രൈബൽസിന്റെ കാര്യം കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് നോക്കണം. ഇപ്പൊ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ട്രൈബൽസിന്റെ കാര്യം നോക്കിക്കോളാം, 10 ലക്ഷം ട്രീകൾ കട്ട് ചെയ്യുന്നത് ഞങ്ങളത് അത്രയും ചെയ്യില്ല, ഇപ്പൊ 7 ലക്ഷം കട്ട് ചെയ്യുള്ളൂ എന്ന് പറയും. പക്ഷെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് കൊണ്ടുപോവുക. ട്രൈബൽസിന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് തഴയാനും പറ്റത്തില്ല. ദേ ആർ ഓൾസോ ഇന്ത്യൻസ് ആൻഡ് ദേ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു പ്രോപ്പർ ലൈഫ്, ഡിഗ്നിഫൈഡ് ലൈഫ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. നിങ്ങൾക്ക് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിൽ ഇനി ഒരു കൺഫ്യൂഷൻ വരരുത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. So I hope you enjoyed the video. We will meet in the next class, next session. Thank you.